ക്ഷേത്രത്തിനുള്ളിൽ വലിയൊരു പ്രകമ്പനമുണ്ടായി. ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി. അന്തരീക്ഷത്തിൽ ശംഖനാദം മുഴങ്ങി. കിഴക്കോട്ട് നോക്കി നിന്നിരുന്ന ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹം ആരും തൊടാതെ തന്നെ പതുക്കെ പടിഞ്ഞാറ് വശത്തേക്ക് തിരിയാൻ തുടങ്ങി. അധികാരികൾ ഞെട്ടിപ്പോയി. അസാധ്യമായത് സംഭവിക്കുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ ഉറപ്പുള്ള കരിങ്കൽ ചുമരിൽ വലിയൊരു വിള്ളൽ വീണു. കനകദാസൻ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന അതേ സ്ഥലത്തെ ചുമർ പിളർന്നു മാറി. ആ വിള്ളലിലൂടെ സാക്ഷാൽ ജഗന്നാഥൻ തന്റെ ഭക്തന് ദർശനം നൽകി. വിവേചനത്തിന്റെ ചുവരുകൾ ഭക്തിയിൽ മുന്നിൽ തകർന്നു വീണ നിമിഷം. ഇന്നും ഉടുപ്പി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഭക്തർ ഭഗവാനെ നേരിട്ടല്ല ദർശനം നടത്തുന്നത്. കനകന കിണ്ടി എന്ന് വിളിക്കപ്പെടുന്ന ആ 9 സുഷിരങ്ങളുള്ള ജാലകത്തിലൂടെയാണ്. കനകദാസിന് വേണ്ടി ഭഗവാൻ സ്വയം തുറന്നു കൊടുത്ത ആ വിള്ളൽ ഇന്നും അവിടെയുണ്ട്. ദൈവം വസിക്കുന്നത് മന്ത്രങ്ങളിലോ ആചാരങ്ങളിലോ മാത്രമല്ല, അചഞ്ചലമായ വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ്. മനുഷ്യൻ തീർത്ത ചുമരുകൾക്ക് മുകളിലാണ് ദൈവത്തിന്റെ സ്ഥാനം. ഇന്ന് കനകദാസന്റെ ഈ ചരിത്രം ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.